ഗായ്സ്, 2 ആഴ്ചകൾക്ക് മുൻപ് കൊൽക്കത്തയിലെ ഒരു ട്രെയിനി ഡോക്ടർക്കുണ്ടായ ക്രൂരമായ പീഡനവും തുടർന്നുള്ള കൊലപാതകവും. ഈ ന്യൂസ് നമ്മൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. സഞ്ജയ് റോയ് ഒരു കൊടും കുറ്റവാളി എന്ന രീതിയിൽ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ഈ പേരും കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കുറ്റാരോപിതനായിട്ട് പിടിക്കപ്പെട്ടാൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഗം കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരു വക്കീലിനെ തരും. ഇത്തരത്തിൽ സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഗവൺമെൻറ് അലോച് ചെയ്ത വക്കീലാണ് കബിത സർക്കാർ. ഈ ഒരു വാർത്ത കേട്ടപ്പോഴും അതുപോലെ ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും നമ്മളെല്ലാവരും വെറുത്തൊരു പേരാണ് സഞ്ജയ് റോയ്. ഈ ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ സഞ്ജയ് റോയ് എന്ന കുറ്റാരോപിതനും അവരുടെ വക്കീലും പറയുന്നത് ഈ ഒരു കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റാരോ ചെയ്ത കുറ്റം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ മേലേക്ക് വന്നതാണ് എന്നാണ് സഞ്ജയ് റോയ് അതുപോലെ അയാളുടെ വക്കീലും പറയുന്നത്. അതായത് ഈ സംഭവത്തിന് മുൻപ് കൽക്കത്തയിലെ സോനാഗച്ചി 10,000-ഓളം ലൈംഗിക തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടെ പോവുകയും നന്നായി മദ്യപിച്ചതിന് ശേഷം കോളേജ് സെമിനാർ ഹാളിലേക്ക് ഉറങ്ങാനായി പോവുകയും അവിടെ ഒരു ലേഡി ഇത്തരത്തിൽ ഭീകരമായി ആക്രമിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്, പേടിച്ച് തിരിച്ചോടി എന്നാണ് സഞ്ജയ് റോയ് പോലീസിനോടും CBIക്കും കൊടുത്ത മൊഴികളിൽ പറയുന്നത്. എന്നാൽ പോലീസിന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CCTV ഫൂട്ടേജ്, അതുപോലെ സഞ്ജയ് റോയിയുടെ ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, പിന്നെ ആ ലേഡിയിൽ നിന്നും കണ്ടെടുത്ത രക്തത്തിൽ ഇയാളുടെ DNA മാച്ചിങ്, ഇതുപോലുള്ള തെളിവുകളെല്ലാം സഞ്ജയ് റോയ്ക്ക് പ്രതികൂലമായിട്ടാണുള്ളത്. മാത്രമല്ല അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ഈ കേസ് CBI ഏറ്റെടുക്കുകയും സഞ്ജയ് റോയ്ക്ക് ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. അതായത് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നറിയാനുള്ള ടെസ്റ്റ്. ഈവൻ ആ ഒരു പോളിഗ്രാഫ് ടെസ്റ്റിലും CBI ഇയാളോട് എങ്ങനെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ചോദിച്ചപ്പോൾ താൻ ആ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സഞ്ജയ് റോയ് റിപ്പീറ്റ് ചെയ്തത്. മാത്രവുമല്ല സഞ്ജയ് റോയും ഇയാളുടെ വക്കീലും രണ്ടാമതായി എടുത്തു പറയുന്ന കാര്യം ഇതിൽ ഒരുപാട് പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ്. ഈ ക്രൈം നടന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ചില നെഗറ്റീവ് വാർത്തകളെല്ലാം അന്ന് മാധ്യമങ്ങളിൽ ചെറിയ രീതിയിൽ പുറത്തുവിട്ടിരുന്നു. ഇതിൽ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ആർക്കൊക്കെയോ സംരക്ഷണം നൽകുന്നുണ്ടെന്നും സംഭവം നടന്ന സെമിനാർ ഹാളിനടുത്ത് പെട്ടെന്ന് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ആരംഭിച്ചതും ഒക്കെ ഒരു സംശയത്തിൻ്റെ നേരിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയൊക്കെയോ മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ന്യൂസുകളും പരക്കുന്നുണ്ട്. മാത്രവുമല്ല അവിടുത്തെ പ്രിൻസിപ്പാളിന് അനുകൂലമായാണ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പാളിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് നിന്നിരുന്നത്. ആ ഒരു പ്രിൻസിപ്പളിനെതിരെ അവിടെ പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ അയാളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചാർജ് ഏൽപ്പിച്ച് അയാളെ സേവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജനഗണമന സിനിമയിലെ പോലെ ഇതൊരു സഞ്ജയ് റോയ് എന്ന കുറ്റവാളിയിൽ മാത്രം നിൽക്കുന്ന കാര്യമാണോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതാണ്. എന്തായാലും IMA ഇയാളുടെ ഇന്ത്യൻ ഡോക്ടർ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. മാത്രവുമല്ല CBI സന്ദീപ് ഘോഷ് എന്ന പ്രിൻസിപ്പളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു തന്നെ ശരിക്കും പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യത്തിലല്ല, ശരിക്കും അവിടെ നടന്ന പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലുകൾക്ക് പോലീസ് സെക്യൂരിറ്റി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന് ശേഷം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഡെപ്യൂട്ടേഷനിൽ 224 അധികം സ്ഥിര തസ്തിക ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവി കഴിഞ്ഞ ജൂണിൽ ഗവൺമെൻറ് ഒരു നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് അന്ന് റിജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഈ ഒരു സ്ഥിതി മുൻനിർത്തി അവിടുത്തെ നിയമസഭ ബലാത്സംഗത്തിന് വധശിക്ഷ എന്നത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇര കോമയിലാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്താൽ ഇനി മുതൽ വധശിക്ഷ നടപ്പിലാക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ബംഗാളിൽ അടിയന്തരമായിട്ട് അവർ പാസ്സാക്കിയിരിക്കുന്നത്.